ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ നേരെ കൺട്രോൾ റൂമിലേക്ക് ചെന്നാൽ മതി. നമ്മുടെ PRO രേണുക അവിടെ സാറിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ശരി. സാറ് വന്നോണ്ടാ അവരിപ്പോ നോക്കാൻ സമ്മതിച്ചത്. ഞങ്ങള് തനിയെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഇതിന് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഹലോ, ഞാൻ എത്തി. ഇപ്പൊ പോരാ. ഇല്ല, കഴിഞ്ഞു. വൈഫ് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമുക്ക് പിന്നെ കാണാം. അല്ല, സാറപ്പം കൊണ്ട് വരുന്നില്ലേ? നിങ്ങൾ ചെന്നങ്ങ് പരിശോധിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കോളും. പോകാൻ കുറച്ച് ധൃതിയുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനും വന്നേനെ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ വിളിച്ചാൽ മതി. ശരി സാർ. അപ്പോൾ ശരി, കാണാം. എന്തൊരു നല്ല മനുഷ്യനാ. നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യം അദ്ദേഹത്തിനില്ല. എന്നിട്ട് കണ്ടില്ലേ, ഇവിടം വരെ കൂടെ വന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസാ. എന്നാ വാ, നമുക്ക് CCTV നോക്കാം. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നേരമായി? ഇനി എന്തിനാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോകുലിന്റെ കൂടെ ആരാ വന്നേ? അവരുടെ കൂടെ എങ്ങോട്ടാ ഗോകുല് പോയേ? മോള് തിരിച്ചെത്തുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? മോളെ, നമ്മൾ അവന്റെ ഭാഗത്തുനിന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ആവശ്യമില്ലാതെ അവൻ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയോ? എന്ത് കാര്യം? ആരുടെയോ ഭാര്യ അന്വേഷിച്ച് കണ്ടെത്താൻ പോയതാ. അത് നിനക്കെങ്ങനെ അറിയാം? അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. അയാളുടെ ഭാര്യയെ കാണാതായിട്ട് വർഷങ്ങളായെന്ന്. കഴിഞ്ഞ ദിവസം അയാൾ ആ പെണ്ണി ഈ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് വെച്ച് കണ്ടുപോലും. ആരുടെ ഭാര്യയെ? അങ്ങനെ ആരുടെയെങ്കിലും ഭാര്യയെ കാണാതായ അതിന് ഗോകുലിന് എന്താ? എന്തിനാ അതിന്റെയൊക്കെ പിന്നാലെ ഗോകുല് പോകുന്നേ? അത് ഗോകുലിന്റെ ഏതോ പരിചയക്കാരനാ, അതുകൊണ്ട് പോയതായിരിക്കും. മോളെ, അവനൊരു വക്കീലല്ലേ. എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും ബന്ധം അവന് കാണും. പല കാര്യത്തിനും അവന്റെ സഹായം തേടി ആളുകൾ വരില്ലേ? ഇതും അതുപോലെ ആയിരിക്കും. എന്റെ കാര്യമാണോ അതോ അവരുടെ കാര്യമാണോ ഇപ്പൊ ഗോകുലിന് വലുത്? നിന്റെ കാര്യം തന്നെ അവന് വലുത്. പക്ഷേ ഇതവന്റെ ഏതെങ്കിലും കേസിന്റെ കാര്യമാണെങ്കിലോ? അതല്ലാതെ അവൻ വെറുതെ എന്തിന്റെങ്കിലും പിന്നാലെ പോകുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് സമാധാനിക്ക്, അവൻ ഇപ്പം വരും. ആ, അന്വേഷണമൊക്കെ കഴിഞ്ഞ് ദേ വരുന്നുണ്ട്. എന്താടാ ഇത്? ഞങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യും? സമൃദ്ധമോളാണെങ്കിൽ വീട്ടിലെത്തി ഗൗരിമോളെ കാണാൻ ആകെ തിരക്കൂട്ടി നിൽക്കുക. ഓ സോറി, പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. പോയ കാര്യം എന്തായി? അയാളുടെ ഭാര്യയെ കണ്ടെത്തിയോ?